അറിയാലോ, വിശ്വനാഥനെ നിന്റെ കെട്ടിയോ വണ്ടി ഇടിച്ചു കൊന്ന കഥയൊന്നും കണ്ണൻ അറിഞ്ഞിട്ടില്ല. നിന്റെ മോള് കള്ളം പറഞ്ഞത് വിശ്വസിച്ചിട്ടേ അവൻ അടങ്ങി ഒതുങ്ങി നടക്കുക. എന്ന് വെച്ച് കണ്ണനെ കണ്ടു കഴിഞ്ഞാ അവന്റെ നാവേ നടന്നതൊക്കെ പറയും. അതിനുള്ള അവസരം ഉണ്ടാക്കരുത് എന്നാണ് ഈ പറയുന്നത്. 7-ാം മാസം പെൺകുട്ടികളെ വിളിച്ചോണ്ട് വരുമ്പോഴേ അവരോടൊപ്പം അവരുടെ ഭർത്താക്കന്മാരും അങ്ങനെ വരാറില്ലല്ലോ. അങ്ങനെ വരാറില്ല. പക്ഷേ നിന്റെ മരുമോനല്ലേ, അവൻ ചിലപ്പോ വന്നെന്നിരിക്കും. പരമാവധി ചടങ്ങ് കഴിഞ്ഞ നീ പോയതുപോലെ ഇങ്ങോട്ട് വരുന്നതായിരിക്കും നല്ലത്. അവളേതായാലും ഈ പറയുന്ന അനന്തുവിന്റെ ലേഖയുടെ ഒക്കെ വീട്ടിൽ നിന്നാണല്ലോ കമലേശ്വരത്തേക്ക് പോയത്. അപ്പൊ പിന്നെ ഇറങ്ങിയ വീട്ടിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുന്നതല്ലേ നല്ലത്. അതിനിടയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യം എന്താ? മോൾ ഇങ്ങോട്ടൊന്ന് വന്നു എന്ന് കരുതി ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ആകാശം ഇടിഞ്ഞു വീഴത്തില്ല. പക്ഷേ പ്രതാപന് ആരെ കാണുമ്പോഴാണ് ഇനി വട്ടളകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ആ വാമദേവന്റെ മുഖം കണ്ടാലേ അവന്റെ സ്വഭാവം മാറുന്നത് നീയും കണ്ടിട്ടുണ്ടല്ലോ. അതാ എനിക്ക് മനസ്സിലാവാത്തെ. അയാളെ കാണുമ്പോ പ്രതാപേട്ടൻ എന്തിനാ അയാളെ കൊലയാളി എന്നൊക്കെ വിളിക്കുന്നത്? അത് പിന്നെ അതേപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ. പ്രതാപന്റെ മനസ്സിൽ എന്താണെന്ന് അവനും ദൈവത്തിനും മാത്രമേ അറിയൂ എന്റെ മോഹിനി. ഈ വാമൻ എന്ന് പറയുന്നവനെ അത്ര നല്ലവനൊന്നും അല്ല. ആരും അത്ര നല്ല ആളുകളൊന്നും അല്ല. അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. 7-ാം മാസത്തെ ചടങ്ങിന് പോയി നിന്റെ മോൾക്ക് എന്തെങ്കിലും പലഹാരം കൊടുത്തിട്ട് നീ സന്തോഷത്തോടെ അവളെ അനന്തുവിന്റെ വീട്ടിലേക്ക് യാത്രയാക്കാൻ നോക്ക്. അതിന്റെ ഇടയ്ക്ക് യാത്ര പറഞ്ഞിറങ്ങുമ്പോ ഇങ്ങോട്ട് പോരുന്നോ എന്നൊന്നും ചോദിക്കരുത്. അല്ലെങ്കിൽ തന്നെ നാട്ടു നടപ്പനുസരിച്ചല്ലല്ലോ അവളുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണന്റെ അച്ഛൻ എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് നമ്മളെക്കാൾ നന്നായിട്ട് ലക്ഷ്മിക്കറിയാം. അതുകൊണ്ട് അവന്റെ അച്ഛന്റെ മരണത്തെപ്പറ്റി നിന്റെ മോള് കണ്ണനോട് പറയാതിരുന്നത് അത്ര നിസ്സാരമായിട്ടൊന്നും കണ്ണൻ തള്ളത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ രഹസ്യം കണ്ണൻ അറിയാതിരിക്കേണ്ടതേ നിന്റെ മോളുടെയും കൂടെ ആവശ്യമാണെന്ന്. അത് മറക്കരുത്. എല്ലാരും കൂടെ എന്നെ പറ്റിച്ചു. അവനിതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇനി വിശ്വം വരുമ്പോ ഞാൻ അവരോട് എന്തു പറയും?